ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷിജി, ഇതെൻ്റെ ഹസ്ബൻഡ് നോബി, എൻ്റെ കുഞ്ഞ് ലോറ. ഞങ്ങൾ കാനഡയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു ഒരത്ഭുതങ്ങളല്ല, ഒത്തിരിയേറെ അത്ഭുതങ്ങളുണ്ട്. അതിൽ നിയോഗത്തിൽ വെച്ച അത്ഭുതങ്ങൾ ഞാനിവിടെ സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. എനിക്ക് 2011 ബ്രസ്റ്റ് ക്യാൻസർ വന്നായിരുന്നു. അതിനുശേഷം മെഡിക്കേഷനും കീമോയും റേഡിയേഷനും എല്ലാം കാരണം കൺസീവ് ആവാനായിട്ട് ഡൗട്ടാണെന്ന് ഡോക്ടർ അന്നേ പറഞ്ഞിരുന്നു. പിന്നീട് 2015 ഞാൻ മാരീഡ് ആവുകയും അങ്ങനെ കാനഡയിലേക്ക് പോവുകയും ചെയ്തു. ഈ മെഡിക്കേഷൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് 2013 തൊട്ട് എനിക്ക് സീഷേഴ്സും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ 2017 ഞാൻ കാനഡയിൽ എത്തിയതിന് ശേഷം എനിക്ക് സീഷറോ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോവുമായിരുന്നു. പക്ഷേ 2019 ജൂൺ ആയപ്പോൾ എനിക്കൊരു മേജർ സീഷർ വരികയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അത് വളരെ ക്രിട്ടിക്കൽ ആവുകയും ചെയ്തു. എൻ്റെ ഹസ്ബൻഡിൻ്റെ നിന്ന് പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്ത് വാങ്ങുകയും ഒരാഴ്ചത്തോളം ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആ സമയത്ത് ഡോക്ടേഴ്സ് കൂടുതൽ ഹെൽപ്പിനായിട്ട് ആരെങ്കിലും കൂടിയും വരുത്തിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മദറിനെയും വരുത്തിക്കുകയുണ്ടായി. അത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ കോൺഷ്യസ് ആയത്. എന്നിട്ട് മരുന്ന് എല്ലാം ബാലൻസ്ഡ് ആക്കി എന്നെ വീട്ടിലേക്ക് വിട്ടു. പക്ഷേ 1.5 മാസം ഇടവിട്ടിട്ട് എനിക്ക് പിന്നെയും സീഷേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റായിട്ട് എനിക്ക് ഫെബ്രുവരിയിൽ ഒരു മേജർ സീഷർ വന്നപ്പോൾ എൻ്റെ അപ്പച്ചനും ചേച്ചിയും ഇവിടെ വരികയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നെ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞിട്ട് വീഡിയോ കോളിലൂടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു വന്ന് സാക്ഷ്യം പറയണമെന്ന്. അതിനുശേഷം പിന്നെ എനിക്ക് അങ്ങനെ സീഷേഴ്സ് ഒന്നും വന്നിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ വലിയൊരു വേദനയായിരുന്നു, ഒരു കുഞ്ഞെന്നുള്ളൊരു വേദന. മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ എൻ്റെ തമ്പുരാനെ അമ്പ മാതാവ് എനിക്കും ഒരു കുഞ്ഞിനെ വേണം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ 2019 തൊട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടു. പക്ഷെ ഞാൻ കൂടുതൽ കൃപാസനത്തിലേക്ക് വന്നത് 2020 ആയപ്പോഴാണ്. ഞാൻ ക്യാൻസറിൻ്റെ മരുന്ന് എടുത്തിരുന്നു. അപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നിടത്തോളം എനിക്ക് ഒരിക്കലും കൺസീവ് ആവാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞങ്ങൾ അവിടുത്തെ ഓൺകോളജിസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ അത് എന്താ പറയുക, റിസ്ക് ആണ്, റിക്കറൻ്റ് ആവാനായിട്ടുള്ള ചാൻസ് എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമായിരുന്നു അമ്മ മാതാവിലും തിരുക്കുമാരനിലും. അങ്ങനെ 2018 ഒക്ടോബറിൽ ഞങ്ങൾ പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്ത് എൻ്റെ മെഡിക്കേഷൻ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം പഠിച്ചു. 2020 ആയപ്പോൾ ഞാൻ ഗ്രാജുവേറ്റ് ആയി. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ 2020 ജാനുവരിയിൽ ഇവിടുത്തെ ഒരു സാക്ഷ്യം കേൾക്കുകയാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്തൊരു ദമ്പതികൾ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് സന്തോഷരഹസ്യം ചൊല്ലി അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യം ഞാൻ കേട്ടു. അങ്ങനെ ഞാനും തീരുമാനിച്ചു ഞാനും സന്തോഷരഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവാം, എനിക്ക് ഉടമ്പടി എടുക്കണം. പക്ഷേ ഒരുപാട് ഞാൻ അങ്ങനെ അടുത്തിരുന്നില്ല ഉടമ്പടി എടുക്കാനായിട്ട്. അങ്ങനെ ഒരു മെയ് 6 ഞാനൊരു ഡിസിഷൻ എടുത്തു. ഞാൻ ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി ഉണ്ടായിരുന്നു, ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന്. പക്ഷേ അപ്പോഴും ഞങ്ങൾക്കൊരു ഇതായിരുന്നു, കുമ്പസാരിക്കാനായിട്ട് പറ്റത്തില്ല, അവിടുത്തെ പള്ളികളെല്ലാം അടച്ചിരുന്നു കോവിഡ് കാരണം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ നേരിട്ട് എൻ്റെ കർത്താവിനോടെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ പോവുകയെന്ന്. അങ്ങനെ മെയ് 6 ഞാൻ ഒരുങ്ങി ഉടമ്പടി രജിസ്റ്റർ ചെയ്തു. ഉടമ്പടി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ലോകസഞ്ചാരിയാണ് അമ്മ മാതാവ്, സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. എനിക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എനിക്ക് വിത്തിൻ 1 മന്ത് എനിക്ക് കുഞ്ഞിനെ വേണം, എൻ്റെ ഉദരത്തിൽ എനിക്ക് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിനോടുകൂടി 1 സാമുവേൽ 1-ാം അധ്യായവും ലൂക്കോസ് 1-ാം അധ്യായം ഞാൻ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും കൈ കോർത്ത് പിടിച്ചിരുന്നാണ് പ്രാർത്ഥിക്കാറ്. അങ്ങനെ ഒരു ജൂൺ 1st വീക്ക് ആയപ്പോൾ ഞങ്ങളിങ്ങനെ പുലർച്ചെ 3 മണിക്ക് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റപ്പോൾ എനിക്ക് റിയലി ഫീൽ ചെയ്യുമായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ ആ ബെഡ്റൂമിൽ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രസൻസ് അത് എൻ്റെ അടുത്ത് തന്നെ എനിക്ക് ഫീൽ ചെയ്യാമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒരു അമ്മയും മാതാവും ഉണ്ട്, ഇവിടെ അമ്മയും മാതാവും വന്നിട്ടുണ്ടെങ്കിൽ
ഉടനെ തന്നെ എൻ്റെ ഉദരത്തിൽ എൻ്റെ അമ്മ മാതാവ് ഒരു കുഞ്ഞിനെ എനിക്ക് തരുമെന്ന്. അങ്ങനെ ജൂൺ 1st വീക്കിലാണ് ഇത് നടന്നത്. ജൂൺ 10th ഞാൻ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവായിരുന്നു, ഞാൻ പ്രഗ്നൻ്റായി. ഈവൻ ദോ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഓക്കെ പ്രഗ്നൻ്റ് ആയി, ഈവൻ ദോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, മരുന്നെല്ലാം സീഷേഴ്സിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഡെവലപ്മെൻറ്റിൽ നോർമലി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിപ്പോഴൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സ്കാനിങ്ങിൽ ഹാർട്ട് ബീറ്റ് എല്ലാം നോർമൽ ആണോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 20th വീക്കിൻ്റെ സ്കാനിങ്ങിലാണ് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടില്ല, പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും കേൾക്കാൻ തുടങ്ങി. അവിടെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലൊന്നും ചെന്ന് കാണാൻ പറ്റില്ല, പക്ഷെ അവിടെ സ്റ്റുഡൻസ് ഒരുപാടാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഷെഫ് ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ വെച്ച് അവർക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. അവിടെ വൈദികരുണ്ട്, അവർക്കൊക്കെ ഫുഡ് വെച്ച് കൊടുക്കുക. പിന്നെ പറ്റുന്ന പോലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. അവിടെ കുർബാന ഇല്ലാന്നിട്ട് പോലും അവിടെ ഒരു മലയാളി വൈദികൻ കുർബാന അർപ്പിക്കുന്ന ദിവസം 3-4 പേർക്കാണ് കുർബാന അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അതിൽ ഞങ്ങൾക്കൊരു ചാൻസ് എപ്പോഴും തന്നിരുന്നു ആ അച്ഛൻ. ഞങ്ങൾ 2 പേരും വിളിച്ച് കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റി. അങ്ങനെ 20th വീക്കിൻ്റെ സ്കാനിങ്ങിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും കയ്യിൽ കൊന്തയുണ്ടാവും. കയറിയപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ട, കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല, ഹെൽത്തി ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. അപ്പോൾ ഡോക്ടേഴ്സിന് ഡൗട്ട് ആയിരുന്നത് ക്ലെഫ്റ്റ് ലിപ്പോ ക്ലെഫ്റ്റ് പാലറ്റോ ഉണ്ടാവുമെന്നാണ്. അപ്പം നോക്കിയപ്പോൾ നോർമലായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ നോക്കി, ആൾ ഭയങ്കര ടെൻഷനിലായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ഞങ്ങൾ സന്തോഷത്തോടു കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞ് തിരികെ പോന്നു. പക്ഷേ ഒരു 6 മാസമായപ്പോൾ ഞാൻ എൻ്റെ റൈറ്റ് സൈഡ് ഇടിച്ച് താഴെ തെന്നി വീണു. അവിടെ സ്നോ ആയതുകൊണ്ട് ഞാൻ അവിടെ വീണു. ആ ഒരു ട്രോമ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും എനിക്ക് മൈനറായിട്ടൊരു സീഷേഴ്സ് വന്നു. പക്ഷെ അവിടെ ഡോക്ടേഴ്സ് പറഞ്ഞു ബേബിക്ക് ഒരു കുഴപ്പമില്ല, നീ ടെൻഷൻ ആവാതിരുന്നാൽ മതി, ഓക്കെ ആന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വിട്ടു. ബട്ട് സ്റ്റിൽ എൻ്റെ ഉള്ളിൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ ആ ഒരു ടെൻഷൻ ഭയങ്കരമായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മാതാവും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, അമ്മ മാതാവും തിരുക്കുമാരനും നിനക്ക് തന്ന കുഞ്ഞാണെങ്കിൽ ആരോഗ്യത്തോടു കൂടി തന്നെ നിനക്ക് ആ കുഞ്ഞിനെ ലഭിക്കുമെന്ന്. പക്ഷേ ഉള്ളിലെ ഭയം കാരണം പിന്നീടും എനിക്ക് മേജറായിട്ടൊരു സീഷേഴ്സ് വന്നു. പക്ഷെ ആ സീഷേഴ്സിൽ എന്നെ റീസ്ട്രെയിൻ ചെയ്യേണ്ടി വന്നു. ഞാൻ അൺകോൺഷ്യസ് ആകുമ്പോൾ വയറ്റിലേക്കൊക്കെ ഇടിക്കുന്നുണ്ട്, റീസ്ട്രെയിൻ ചെയ്യേണ്ടി വന്നു. എനിക്ക് യൂറിൻ പോകുവാനായിട്ട് ട്യൂബ് ഇട്ടു. പക്ഷേ ഹസ്ബൻഡ് സങ്കടത്തോട് കൂടി അവരോട് പറഞ്ഞു അത് റിമൂവ് ചെയ്ത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. അങ്ങനെ വീണ്ടും അവർ പറഞ്ഞു പാരൻസിനെ ആരെങ്കിലും വരുത്തിക്കണമെന്ന് പറഞ്ഞു. പാരൻസ് വന്നു. അങ്ങനെ അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ, അതായത് എത്രയും പെട്ടെന്ന് C-സെക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് ഇവർ എൻ്റെ സീഷേഴ്സിൻ്റെ മെഡിക്കേഷൻ ഡബിൾ ദ ഡോസ് ആക്കി. ഞാൻ 600 700 mg വെച്ച് കഴിച്ചിരുന്നെടുത്ത് 1500 600 mg മെഡിക്കേഷൻ ട്വൈസ് എ ഡേ ഒക്കെ കഴിച്ചു തുടങ്ങി. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. നമ്മൾ പെരുന്നാളിനൊക്കെ രൂപക്കൂടെ എന്തിക്കൊണ്ട് പോകുന്ന പോലെ എന്നെ വീട്ടിൽ ഒന്ന് വാഷ്റൂമിൽ പോകണമെങ്കിൽ പോലും 2 പേരും കൂടി ഏറ്റുപിടിച്ചിട്ട് വേണം എന്നെ ഒന്ന് പോവാൻ. കംപ്ലീറ്റ് റെസ്റ്റായി. ഒരു 30th വീക്കൊക്കെ ആവുമ്പോൾ C-സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എന്താ പറയുക, അണ്ടർ വെയ്റ്റ് ആണ് ബേബി, ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് വെയിറ്റ് ചെയ്യണം. പക്ഷെ ജാനുവരി ഒരു 1st വീക്ക് ആയപ്പോൾ തൊട്ട് എനിക്ക് ലേബർ പെയിൻ വരാൻ തുടങ്ങി. പക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോകും, അവർ മോണിറ്റർ ചെയ്യും, തിരിച്ചു വരും. ബേബിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് അവർ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ എൻ്റെ അമ്മച്ചി എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു, എൻ്റെ തമ്പുരാനെ ആരോഗ്യവും അത്യാവശ്യത്തിന് വെയിറ്റുമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു 36th വീക്കായപ്പോൾ എന്നെ C-സെക്ഷന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. പോകുന്നതിന് മുമ്പായിട്ട് അമ്മച്ചി ഉടമ്പടി തൈലവും എനിക്ക് കുരിശടയാളം വരച്ച് തേനും ഉപ്പും എല്ലാം തന്നിട്ടാണ് എന്നെ വിട്ടത്. C-സെക്ഷൻ എന്നെ 12:30 C-സെക്ഷൻ എങ്കിൽ ഒരു 12:25 ആയപ്പോൾ അവിടുത്തെ നിയോനേറ്റൽ സ്പെഷ്യലിസ്റ്റ് വന്ന് പറഞ്ഞു കുഞ്ഞ് കരയാൻ ചാൻസ് കുറവാണ്, കുഞ്ഞിന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവുന്നത്. എനിക്ക് അങ്ങ് ആകെ ടെൻഷനായി. കാരണം 5 മിനിറ്റും കൂടി കഴിഞ്ഞ് എന്നെ തിയേറ്ററിലേക്ക് മാറ്റുകയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ആ സമയത്തുണ്ടായിരുന്നത്.
എന്നെ തിയേറ്ററിലേക്ക് മാറ്റി. ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ലൂക്കോസ് 1:49 ശക്തനായവൻ എനിക്കായി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്നും, അതുപോലെ തന്നെ ലൂക്കോസ് 1-ാം അധ്യായം അമ്മ മാതാവ് യേശുക്രിസ്തുവിന് ജന്മം നൽകിയതും അമ്മ മാതാവ് സഹിച്ച ത്യാഗങ്ങളും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. എനിക്ക് ആകെ ടെൻഷനായി. കാരണം ആ റൂം മൊത്തം ഡോക്ടേഴ്സാണ്. എൻ്റെ ന്യൂറോളജിസ്റ്റും ഓൺകോൾ അങ്ങനെ ഫുൾ ഡോക്ടേഴ്സാണ്. എന്താണ് കുഞ്ഞു പുറത്തെടുക്കുമ്പോൾ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെയും അമ്മ മാതാവും തിരുക്കുമാരൻ്റെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞ് പകുതി പുറത്തേക്ക് അവർ C-സെക്ഷൻ ചെയ്ത് പകുതി പുറത്തേക്ക് അവർ കുഞ്ഞിനെ എടുത്തപ്പോഴേക്കും കാറ് പൊളിച്ചുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് പുറത്തേക്ക് വന്നത്. അവൾ ചിരിച്ച് ഒരു കാറ് പൊളിച്ച് കൈയും പൊക്കി. ഡോക്ടേഴ്സ് അവൾ പറഞ്ഞു ഷീ ഈസ് റിയലി എ മിറക്കിൾ ബേബി എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടേഴ്സ് അവളെ മാറ്റിയത്. അവളെ വൈപ്പ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നു. നിയോനേറ്റൽ ICUലേക്ക് മാറ്റുമെന്ന് പറഞ്ഞെടുത്ത് എൻ്റെ അടുത്തേക്ക് തന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തമ്പുരാൻ കൊണ്ടു തന്നു. അന്ന് വൈകിട്ട് പിന്നെ എനിക്ക് സീഷൻ്റെ മുമ്പായിട്ട് വരുന്ന ഓറ പോലെ വന്നു. പക്ഷേ വിശ്വാസ പ്രമാണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തി കൊണ്ട് എനിക്ക് സീഷറൊന്നും വന്നില്ല. ആ ഒരാഴ്ചത്തോളം എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നു. എനിക്ക് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ എല്ലാ ടെസ്റ്റുകളും ചെയ്യണം, എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൾക്ക് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്താൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ടേ ഇവൾക്ക് ഞാൻ ഇവിടെ ധ്യാനത്തിലുള്ള ആവേ മരിയ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ വയറ്റത്ത് വെച്ച് കേൾപ്പിക്കുമായിരുന്നു. അതുപോലെ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് വയറ്റത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവൾ ഉണ്ടായി. ഇപ്പോഴൊക്കെ ധ്യാനം വെക്കുമ്പോഴേക്കും നമ്മളിരിക്കുന്നേക്കാളും മുമ്പ് ഞങ്ങൾ ആമി എന്നാണ് വിളിക്കുന്നത്. ആമി മുട്ടുമ്മ വന്ന് നിന്ന് കൈ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ ചുമ്മാ പാടിക്കൊണ്ട് നടക്കും. ആവേ മരിയ എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ട് അവൾ നടക്കും. അങ്ങനെ ഇലോറ എന്നാണ് പേരിട്ടത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മൈ ഗോഡ് ഇസ് മൈ ലൈറ്റ് എന്നാണ്. അങ്ങനെ ഒരു മീനിങ് കണ്ടുപിടിച്ച്, കാരണം ദൈവത്തോട് ചോദിച്ച് വാങ്ങിയതാണ് ഞാൻ, ദൈവം എനിക്ക് ദാനമായി തന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പേരാണ് ഞാൻ ഇട്ടത്. അതുപോലെ തന്നെ എൻ്റെ സീഷേഴ്സ് വന്നു. 2013 തുടങ്ങിയതാണ് എൻ്റെ സീഷേഴ്സ്. മെഡിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മാറ്റും. കാരണം അവർക്കും അറിയില്ല എന്താണ് റീസൺ, സീഷേഴ്സിൻ്റെ റീസൺ എന്ന് അവർക്ക് അറിയില്ല. മരുന്ന് കഴിക്കുമ്പോൾ ബോധം എന്താ പറയുക ഭയങ്കര ഡിസീനസ് ആയിരിക്കും. ആരെങ്കിലും ഹെൽപ്പ് വേണം എന്തെങ്കിലും ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ജാനുവരിയിലത്തെ EG റിസൾട്ടിൽ 2013 ശേഷം എൻ്റെ EG റിസൾട്ട് നോർമലായി, ഒരു എപ്പിലെപ്റ്റിക് ഡിസ്ചാർജും ഇല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ റിപ്പോർട്ട് വന്നു. അപ്പം ഞാൻ എൻ്റെ മെഡിക്കേഷൻ മാറ്റുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്, ഈ വെതർ വ്യത്യാസം കാരണം ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തിരിച്ചു ചെന്നിട്ട് എൻ്റെ മെഡിക്കേഷൻ നിർത്താമെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിയോഗം, എൻ്റെ മൂന്നാമത്തെ ഒരു നിയോഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ PR ആയിരുന്നു. 2019 ഞാൻ IELTS എഴുതി. പക്ഷെ എനിക്ക് ഇനഫ് സ്കോർ കിട്ടിയിരുന്നില്ല റൈറ്റിങ്ങിന്. പക്ഷേ ഞാൻ എൻ്റെ നിയോഗത്തിൽ വെച്ചത് എനിക്ക് ഇനി IELTS ഒന്നും എഴുതാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് എൻ്റെ PR വേണം. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മെറിറ്റ് കൊണ്ട് അത് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ ബൈ യുവർ ഗ്രേസ് ഓൺലി എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടത്തുള്ളൂ, കാരണം എനിക്ക് ഇനഫ് സ്കോർ ഇല്ല. പക്ഷേ 2021 മെയ് ആയപ്പോൾ അവിടെ ഒരു പുതിയ PR സ്ട്രീം ഓപ്പൺ ചെയ്തു. അത് ഞാൻ എന്നും ഉറച്ചു വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി മാത്രം ഓപ്പൺ ചെയ്ത പോലെയാണ്. കാരണം IELTS അധികം വേണ്ട, വർക്ക് എക്സ്പീരിയൻസ് അധികം വേണ്ട, നമ്മളവിടെ വർക്ക് ചെയ്താൽ മതി, അവിടെ പഠിച്ചാൽ മാത്രം മതി. അങ്ങനെ ഞാനൊരു May 6th അതായത് ആഫ്റ്റർ 1 year 2021 May 6th എൻ്റെ PR സബ്മിഷൻ ഞാൻ ചെയ്തു. ജാനുവരി വരെ എനിക്ക് ഒരു അറിവുണ്ടായിരുന്നില്ല. 2022 ജാനുവരിയിൽ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അവിടെ നിന്ന് ജാനുവരി 14th ആയപ്പോൾ എൻ്റെ AR എനിക്ക് ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ഒരു 3 വർഷം വർക്ക് ചെയ്തിരുന്നു. പോലീസ് ക്ലിയറൻസ് അവരെന്തായാലും ചോദിക്കും, കാരണം ഞങ്ങളുടെ കൂടെ സബ്മിറ്റ് ചെയ്തവർക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഹസ്ബൻഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു പ്രൂഫും കയ്യിലില്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ ഞങ്ങൾക്ക് PR എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. പക്ഷെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റിലിട്ടു. അതുപോലെ തന്നെ നിയോഗത്തിലും വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവിടെ അമ്മച്ചി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ച ആ പേപ്പർ ഞങ്ങളുടെ അടുത്ത് വേറെ ഒരു പേപ്പറും ചോദിക്കാതെ ഫെബ്രുവരി ലാസ്റ്റ് ഞങ്ങളുടെ PR കൺഫേമായി വന്ന് PR കാർഡ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി.
അതുപോലെ തന്നെ ഞാൻ ഇവിടത്തേക്ക് ടിക്കറ്റ് ഞങ്ങൾ ലാസ്റ്റ് ഒക്ടോബറിലാണ് എടുത്തത്. അന്ന് മുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. കാരണം എനിക്കറിയില്ല ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അന്ന് മുതൽ അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കണേ എന്നും ഇവിടെ വന്ന് എനിക്ക് ഈ ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും ഉള്ള അനുഗ്രഹം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ വന്നത്. അതുപോലെ തന്നെ ഒരു അനുഗ്രഹം, എൻ്റെ ജോലിക്ക് ഭയങ്കര തടസ്സമായിരുന്നു. എന്ത് ചെയ്താൽ എനിക്ക് പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ അവിടെ വരുമായിരുന്നു. എനിക്ക് തോന്നുന്നു എപ്പോഴൊക്കെയോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ മെറിറ്റ്, എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഈ ജോലി കിട്ടിയത്, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചതുകൊണ്ടായിരിക്കണം എനിക്ക് അതൊന്നും കിട്ടിയിരുന്നില്ല. എനിക്ക് ഈ ഫെബ്രുവരിയിൽ എനിക്കൊരു ജോലി, അത് ഞാൻ സെപ്റ്റംബറിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. പക്ഷേ ആ സമയത്ത് അവിടെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നില്ല. ഞാൻ റിക്വസ്റ്റിലിട്ടു, ഫെബ്രുവരിയിൽ അവരെന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് ഫെബ്രുവരി 8 ഞാൻ ജോയിൻ ചെയ്തു. മെയ് 6 എൻ്റെ പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്ത് പെർമനൻ്റ് ആയെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ തമ്പുരാനും അമ്മ മാതാവും ഞങ്ങൾക്ക് ചെയ്തു തന്നതിനായി 1000 നന്ദി അർപ്പിക്കുന്നു.